നമസ്കാരം. വാരാവലോകനത്തിലേക്ക് സ്വാഗതം. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് സമാപനമായി. മുല്ലപ്പെരിയാർ പ്രശ്നമുയർത്തിയ ആശങ്കയുടെ ഭൂകമ്പങ്ങൾ സംഘർഷത്തിന്റെ പാതയിലേക്ക് നീങ്ങിയെങ്കിലും പുല്ലുമേട് ദുരന്തം പോലൊന്നിന്റെ ആവർത്തനം ഇക്കുറി ഉണ്ടായില്ലെന്ന് ആശ്വസിക്കാം. എന്നിരുന്നാലും നൂറുകണക്കിന് കോടി രൂപയുടെ വരുമാനം ലഭിക്കുന്ന ഒരു ബിസിനസ് കേന്ദ്രം എന്നതിനുപരിയായി അനാവശ്യ വിവാദങ്ങൾക്കും ആസൂത്രിത സംഘർഷങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് വ്രതശുദ്ധിയുടെ മല ചവിട്ടാനുതകുന്ന ഒരു പുണ്യസങ്കേതമായി ശബരിമലയെ നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയിലേക്കുള്ള ഒരു അന്വേഷണമാണ് വാരാവലോകനത്തിന്റെ ഈ ലക്കം ചർച്ച ചെയ്യുന്നത്. ശബരിമല ഭാരതത്തിലെ ക്ഷേത്രങ്ങളുടെ കൂട്ടത്തിൽ വിശ്വാസങ്ങളുടെ കാര്യത്തിലായാലും തീർത്ഥാടന രീതികളിലായാലും ഒട്ടേറെ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണിത്. നിബിഡവനത്തിന്റെ പ്രശാന്തതയിൽ സ്ഥിതി ചെയ്യുന്നതിനാലും കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളുടെയും വളരെ ചെറിയ തീർത്ഥാടന കാലത്തിന്റെയും പേരിലും മതസൌഹാർദ്ദത്തിന്റെ മകുടോദാഹരണമെന്ന നിലയിലും ശബരിമല മറ്റ് തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നിന്നും വേറിട്ടു നിൽക്കുന്നു. ഒപ്പം കാണിക്കയുടെ കണക്കിൽ മാത്രം കണ്ണുവെച്ച് സർക്കാരും ദേവസ്വം ബോർഡും തുടരുന്ന അനാസ്ഥകളും ശോചനീയമായ അടിസ്ഥാന സൌകര്യങ്ങളും ആസൂത്രിത വിവാദങ്ങളും ആവർത്തിക്കപ്പെടുന്ന ദുരന്തങ്ങളും ശബരിമലയെ വിടാതെ പിന്തുടരുകയും ചെയ്യുന്നു. പേര് സൂചിപ്പിക്കും പോലെ തന്നെ നാടിന്റെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് വനമേഖലയിലാണ് ശബരിമല ക്ഷേത്രത്തിന്റെ സ്ഥാനം. നാട് അല്ലെങ്കിൽ ജനവാസ മേഖലയുടെ സാമീപ്യം പമ്പ കൊണ്ട് അവസാനിക്കുന്നു. മുദ്രാധാരികളായ സ്വാമിമാർ കഠിന വ്രതാനുഷ്ഠാനങ്ങളോടെ ദേശദേശാന്തരങ്ങൾ കടന്നെത്തി പമ്പാസ്നാനവും തുടർന്നുള്ള മലചവിട്ടലിനും ശേഷം ശബരീശ ദർശനം നടത്തി മടങ്ങുന്നു. ഭൌതികതയ്ക്കും ആത്മീയതയ്ക്കും ഇടയ്ക്കുള്ള അതിർവരമ്പ് പോലെ പമ്പ ശാന്തമായി ഒഴുകുന്നു. മനുഷ്യനിർമ്മിതമായതോ ക്ഷിപ്രസാധ്യമായതോ ആയ സുഖസൌകര്യങ്ങളൊക്കെ പമ്പയ്ക്കിപ്പുറം അഴിച്ചുവെച്ചിട്ടാണ് ഏവരും മല ചവിട്ടുക. തുടർന്നുള്ള 3 മണിക്കൂർ ഉച്ചത്തിലുള്ള ശരണം വിളിയും ശബരീശ ദർശനമെന്ന ഏകാഗ്ര ലക്ഷ്യവും മുന്നിലുള്ള പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് മല കയറാൻ തീർത്ഥാടകർക്ക് കരുത്തുപകരുന്നു. മാസപൂജകൾക്കായി നട തുറക്കുന്ന സമയമൊഴിച്ചാൽ ശബരിമല തീർത്ഥാടനകാലം എന്നറിയപ്പെടുന്നത് വൃശ്ചികം 1 ആരംഭിക്കുന്ന മണ്ഡല ഉത്സവകാലവും തുടർന്ന് മകരവിളക്ക് വരെ നീളുന്ന തീർത്ഥാടന കാലവുമാണ്. കേവലം 2 മാസം മാത്രം നീളുന്ന ഈ സമയം ശബരിമലയിൽ എത്തുന്നത് ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരാണ്. ഇതുവഴി സർക്കാരിന് നൂറുകണക്കിന് കോടി രൂപയുടെ വരുമാനം ലഭിക്കുന്നു എന്നതും ഈ തുകയുടെ വിനിയോഗവും അടിസ്ഥാന സൌകര്യങ്ങളുടെ അപര്യാപ്തതയും എന്നും ചർച്ചാ വിഷയമാണ്. ആദ്യം റോഡുകളുടെ സ്ഥിതി പരിശോധിക്കാം. കേരളത്തിലെ മറ്റേതൊരു സ്ഥലത്തേക്കുമുള്ള റോഡും പോലെ ഇടുങ്ങിയതും പൊട്ടിപ്പൊളിഞ്ഞതുമായ പാതകൾ തന്നെയാണ് പമ്പയിലേക്കും. കുറേയധികം ഹൈവേകളുടെ പേരിട്ടും ഹെവി മെയിന്റനൻസ് പോലുള്ള പദ്ധതികളുടെ പ്രഖ്യാപനവും ഒന്നും പക്ഷേ നട്ടെല്ലൊടിക്കുന്ന യാത്രയ്ക്ക് പരിഹാരമാകുന്നില്ല. പമ്പയിലെത്തുന്ന ആയിരക്കണക്കിന് വാഹനങ്ങൾ കൃത്യമായി പാർക്ക് ചെയ്യുവാനോ ശാസ്ത്രീയമായ രീതിയിൽ പമ്പാ നദിയെയും പരിസര പ്രദേശങ്ങളെയും മാലിന്യമുക്തമാക്കി സൂക്ഷിക്കാനോ ഒന്നും ഇക്കുറിയും കഴിഞ്ഞില്ല. മന്ത്രി ഉദ്ഘാടനം നടത്തി പമ്പ കടക്കും മുമ്പേ സംസ്കരണ പ്ലാന്റുകൾ പണിമുടക്കുന്ന രീതി ഇത്തവണയും ആവർത്തിച്ചു. എന്തിനും ഏതിനും വിദേശ നിലവാരം ഉപമിച്ച് കാര്യങ്ങൾ കണ്ടുപഠിക്കാൻ അടിക്കടി വിമാനം കയറിയും ലോകം ചുറ്റിയും ഖജനാവ് മുടിക്കുന്ന മന്ത്രിമാരോടും ഉദ്യോഗസ്ഥരോടും ഒരു ചോദ്യം ചോദിക്കാതെ വയ്യ. ഞങ്ങൾ നാട്ടുകാർ വിവരമില്ലാത്തവരാണ്. ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ജീവിക്കുന്ന കിണറിന്റെ വാവട്ടത്തിനപ്പുറം അറിയാതെ ഒച്ചയിടാൻ മാത്രം അറിയുന്ന വെറും തവളകളോട് ഉപമിച്ചോളൂ. ഇവിടെ ഇത്രയൊക്കെ കഴിയൂ എന്ന് ഞങ്ങൾക്ക് തോന്നിയാലും വിവരമുള്ള നിങ്ങളെന്തേ ഇങ്ങനെ പെരുമാറുന്നു? ഇതിലും എത്രയോ ആൾക്കാർ ദിവസവും വന്നു പോകുന്ന എത്രയോ വൻനഗരങ്ങൾ നിങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ചെലവിൽ. അവിടെയൊക്കെ ഇങ്ങനെയാണോ? 4 ആൾ കൂടിയാൽ ഒരു സൈക്കിളിന്റെ ടയറൊന്ന് പഞ്ചറായാൽ അടുപ്പിച്ച് 2 മണിക്കൂർ മഴ പെയ്താൽ ഇവിടെ മാത്രമെന്തേ റോഡുകൾ ബ്ലോക്കാകുന്നു? പൊട്ടിയൊലിക്കുന്ന കക്കൂസുകളും മാലിന്യം ചീഞ്ഞളിയുന്ന സംസ്കരണ കേന്ദ്രങ്ങളും കലങ്ങിയൊഴുകുന്ന നദികളുമൊക്കെ നിങ്ങളും കാണുന്നില്ലേ? എന്തുകൊണ്ടാണ് മാസ്റ്റർ പ്ലാനുകൾ പേപ്പറുകളിൽ മാത്രം ഒതുങ്ങുന്നത്? 50 വർഷത്തെ വികസനം മുന്നിൽ കണ്ട് എന്ന് നിരന്തരം ഉദ്ഘോഷിക്കുന്ന മാസ്റ്റർ പ്ലാൻ ഇപ്പോഴേ 10 വയസ്സ് പിന്നിട്ടു എന്നും മറക്കണ്ട. ഒരു വർഷത്തെ വരുമാനം കൊണ്ടു മാത്രം ഇതൊക്കെ നടപ്പിലാക്കാമെന്നിരിക്കെ എന്തിനാണ് ഇത്രയും അമാന്തം? ക്രിസ്ത്യൻ പള്ളികളുടെ കാര്യത്തിൽ അതാത് രൂപതകൾക്കോ മുസ്ലിം പള്ളികളുടെ കാര്യത്തിൽ വഖഫ് ബോർഡിനോ ഉള്ള നിയന്ത്രണങ്ങളും അധികാരങ്ങളും
ഹൈന്ദവ സംഘടനകൾക്ക് ക്ഷേത്രങ്ങളുടെ നടത്തിപ്പിലോ വരുമാനം ചെലവഴിക്കുന്ന കാര്യത്തിലോ ഇല്ല. ഉത്സവ കമ്മിറ്റികളിൽ നെറ്റിപ്പട്ടത്തെ വെല്ലുന്ന ബാഡ്ജ് കുത്തുന്നതിലും പ്രഹസനമായി തെളിയുന്ന ഉപദേശക സമിതിയിലും ഒതുങ്ങുന്ന അധികാരങ്ങൾ കാണിക്കയായി വീഴുന്ന ചില്ലിക്കാശ് പോലും ട്രഷറിയിൽ നിറയുന്നത് കാണുമ്പോൾ വെറും നോക്കുകുത്തികളുടെ നിലയിലേക്ക് അധപ്പതിക്കുന്നു. ഇക്കാര്യത്തിൽ NSSനോ SNDPക്കോ ഇതര ഹിന്ദു സംഘടനകൾക്കോ ഒന്നും തങ്ങളുടെ സ്ഥാപിത താൽപര്യങ്ങൾ സംരക്ഷിക്കുക എന്നതിലപ്പുറമായി ഉറച്ചൊരു നിലപാടോ ഒന്നിച്ചൊരു ശബ്ദമോ ഇല്ലെന്നതും ശ്രദ്ധേയമാണ്. സർക്കാർ ശബരിമലയുടെ വികസനത്തിൽ കാലാകാലങ്ങളിൽ വരുന്ന സർക്കാരിന് വലിയ ശ്രദ്ധയൊന്നുമില്ല. അവിടെ വരുന്ന ധനം സർക്കാരിലേക്ക് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ശബരിമല സീസൺ ആകുന്ന അവസരത്തിൽ അതിനുവേണ്ടി ഒരു പൊടി തൊട്ടി തട്ടി ഇറങ്ങുന്ന ഒരു പരിപാടിയല്ലാതെ ശബരിമലയുടെ വികസനത്തിന് വേണ്ടി തയ്യാറാക്കപ്പെടുന്ന മാസ്റ്റർ പ്ലാനെ ആവിഷ്കരിച്ചത് നടത്തണമെന്നുള്ള ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനം നമുക്ക് കാണാൻ സാധിക്കുന്നില്ലാത്ത ഒരവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഹിന്ദു സമൂഹത്തിലെ ജാതീയ സംഘടനകളുടെ ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അതാണ് അവരുടെ മുഖ്യ വിഷയം. പിന്നെ യോജിച്ചുള്ള പ്രവർത്തനം അവർക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. പക്ഷെ യോജിച്ചുള്ള പ്രവർത്തനത്തിന് പലപ്പോഴും യോജിച്ചുള്ള പ്രവർത്തനം നടക്കാതെയാണ് നമ്മൾ കാണുന്നത്. അതുകൂടാതെ മറ്റു ഹിന്ദു സംഘടനകളുണ്ട്. ആ ഹിന്ദു സംഘടനകളെ ക്ഷേത്രകാര്യങ്ങളിൽ ബന്ധപ്പെടുത്തി സർക്കാരിന് പ്രവർത്തിപ്പിക്കാവുന്നതാണ്. പക്ഷെ സർക്കാർ അത്തരം സമീപനം സ്വീകരിക്കാറില്ല. ഹിന്ദു ക്ഷേത്രങ്ങളുടെ വരുമാനം കാലാകാലങ്ങളായി സർക്കാരാണ് കൈയാളുന്നത്. അത് ഹിന്ദു സമൂഹത്തിന് ഉപയുക്തമായ വിധത്തിൽ ഹിന്ദു സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ മറ്റ് പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്നവർക്കൊക്കെ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ചെലവഴിക്കാൻ ഹിന്ദു സമൂഹത്തിന് സാധിക്കുന്നില്ല. കാരണം അത് സർക്കാർ കൈയാളിക്കൊണ്ട് പോകുന്നതുകൊണ്ടാണ്. അതിന് കാലാകാലങ്ങളായിട്ട് ഇവിടെ പല ഹിന്ദു പ്രസ്ഥാനങ്ങളും അത് ആവശ്യപ്പെട്ടുകൊണ്ട് സമരങ്ങളും പലതും നടത്തുന്നുണ്ടെങ്കിലും ഒരിക്കലും സർക്കാർ അത് വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്ത ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ നടപ്പാക്കിയെന്നോ ഇനിയും എന്തൊക്കെ കാര്യങ്ങൾ നടപ്പാക്കണമെന്നോ ഉള്ള വാചക കസർത്തുകൾ രാഷ്ട്രീയക്കാർ ഇനിയും തുടരും. കിട്ടിയ കാശൊക്കെ ഭദ്രമായി ട്രഷറിയിലും എത്തിക്കഴിഞ്ഞു. എന്നാൽ പുല്ലുമേട് പോലൊരു ദുരന്തം ഇക്കുറി ആവർത്തിച്ചില്ല എന്നതുമാത്രമാണ് ഏക ആശ്വാസം. ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ മകരവിളക്ക് ദിവസം പുല്ലുമേട്ടിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 102 ജീവനുകളാണ് പൊലിഞ്ഞത്. മകരജ്യോതി ദർശനത്തിനായി വർഷങ്ങളായി ആയിരക്കണക്കിന് അയ്യപ്പന്മാർ എത്തുന്ന സ്ഥലമാണ് പുല്ലുമേട്. എന്നിട്ടും യാതൊരുവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കാതെ അയ്യപ്പന്മാരെ പുല്ലുമേട്ടിലേക്ക് കടത്തിവിട്ട പോലീസും വനം വകുപ്പും യഥാർത്ഥത്തിൽ ദുരന്തം ക്ഷണിച്ചു വരുത്തുകയായിരുന്നു. 1 വർഷം പിന്നിട്ടിട്ടും അന്വേഷണ റിപ്പോർട്ട് പോലും സമർപ്പിച്ചിട്ടില്ല. ഏതോ വിവരം കെട്ട ഉദ്യോഗസ്ഥൻ ചങ്ങല വലിച്ചു കെട്ടിയതിൽ തുടങ്ങി അന്താരാഷ്ട്ര തീവ്രവാദി സംഘങ്ങളിൽ വരെ സംശയത്തിന്റെ കുന്തമുന നീണ്ട അന്വേഷണം എന്തുകൊണ്ടാണ് ഇനിയും പൂർത്തിയാകാത്തത്? ആരെയാണ് സർക്കാർ ഭയക്കുന്നത്? ആരെയാണ് ഭരണവർഗം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? ഏത് കൊലപാതകിയെ ചൂണ്ടിക്കാണിച്ചാലാണ് ഇവിടെ മതസൗഹാർദ്ദം തകരുക? പുല്ലുമേട് ദുരന്തത്തിന്റെ കാര്യത്തിലായാലും വെറും പെറ്റി കേസിന്റെ പേരിലായാലും നിയമം ഒരുപോലെയല്ലേ? യഥാർത്ഥ പ്രതികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനും ശിക്ഷിക്കാനും കഴിഞ്ഞില്ലെങ്കിൽ പിന്നെന്തിനാണ് ഇവിടെ നിയമവും പോലീസും? തോന്നിയപടി ജീവിച്ചാൽ പോരെ? മാധ്യമങ്ങൾ പോലും ആരെയാണ് ഭയക്കുന്നത്? നാടും ഭാഷയും അറിയാത്ത അയ്യപ്പന്മാരെ ചെരുപ്പുമാലയിട്ട് സ്വീകരിച്ചവരെയും ചൂടുവെള്ളം മുഖത്തൊഴിച്ച് സൽക്കരിച്ചവരെയും ചാട്ടവാറിനടിക്കാൻ മടിക്കുന്നതെന്തിന്? ക്രിമിനലിന്റെ ജാതി നോക്കി നിയമം നടത്താൻ ഏത് ഭരണഘടനയാണ് നമ്മെ പഠിപ്പിച്ചത്? വാർത്തകളെ വളച്ചൊടിക്കാൻ ഏത് മാധ്യമ സംസ്കാരമാണ് നമ്മളെ വഴികാട്ടുന്നത്? ഒരു ദുരന്തമോ വിവാദമോ ലഹളയോ ഉണ്ടായാൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർ എന്ന പ്രയോഗത്തിൽ ഒതുക്കുന്ന തരംതാണ മാധ്യമപ്രവർത്തനം ക്രിമിനലുകളെ വളർത്തി വലുതാക്കുകയല്ലേ ചെയ്യുന്നത്? പുല്ലുമേട് ദുരന്തത്തിലെ തീവ്രവാദ സാന്നിധ്യം സർക്കാർ അറിഞ്ഞിട്ടും ഉറക്കം നടിക്കുകയാണെങ്കിൽ ശബരിമല തീർത്ഥാടനം അട്ടിമറിക്കാനാണ് മുല്ലപ്പെരിയാർ പ്രശ്നം ഇക്കുറിയും ഉയർത്തി തൽപരകക്ഷികൾ ഭീതിയുടെ ഭൂകമ്പങ്ങൾ സൃഷ്ടിച്ചത് എങ്കിൽ സാഹോദര്യത്തിൽ കഴിഞ്ഞിരുന്ന കേരള തമിഴ്നാട് ജനതയുടെ ബന്ധങ്ങളിൽ ചെരുപ്പുമാലയിട്ടും ചീമുട്ടയെറിഞ്ഞും ചൂടുവെള്ളമൊഴിച്ചും പൊള്ളിച്ച മഹാപാപികൾ ഇപ്പോഴും തങ്ങളുടെ ജോലി തുടരുന്നു എങ്കിൽ
തങ്ങളുടെ ഐക്യമില്ലായ്മയ്ക്ക് മറ്റുള്ളവരെ പഴിചാരി രക്ഷപ്പെടാനാണ് ഹിന്ദു സംഘടനകളുടെ ശ്രമമെങ്കിൽ അവർക്കൊക്കെയും ബാധകമാണ് ഈ ചോദ്യങ്ങളൊക്കെയും. വിവാദങ്ങളിൽ വഴിതെറ്റി സ്വന്തം വില കളയുന്ന കാഴ്ച തന്ത്രി കുടുംബത്തിനും ചീത്തപ്പേരുണ്ടാക്കി. ബ്രഹ്മം അറിയുന്നവനാണ് ബ്രാഹ്മണൻ. എന്നാൽ അയ്യപ്പന്റെ മൂലമന്ത്രമോ എന്തിന് ഗണപതി സൂക്തമോ പോലും അറിയാത്ത ആളും തന്ത്രിയായി എന്നതും അവരാണ് വർഷങ്ങളോളം ശബരിമലയിലെ പൂജാവിധികൾ നിശ്ചയിച്ചിരുന്നത് എന്നതും കേൾവിക്കാരിൽ ആശങ്കയും അമർഷവും ഉളവാക്കി. ദൈവത്തെ പ്രാർത്ഥിക്കാനെത്തുന്ന ഏതൊരാളും ശ്രീകോവിലിൽ ഇരിക്കുന്ന പോറ്റിയുടെ ജാതി നോക്കിയല്ല സ്വന്തം സങ്കടങ്ങൾ പറയുന്നത്. അത് അറിയാവുന്നവർ നിശ്ചയമായും വരണം. അതറിയാവുന്നവരല്ലാത്തവരെ ഇതേപോലുള്ള നടപടികളിലൂടെ അവരെ ചോദ്യം ചെയ്യുന്ന അവസരത്തിൽ അവർക്ക് ചോദ്യം ചെയ്യാനുള്ള അവർ ചോദ്യം ചെയ്യപ്പെടുമെന്ന് കാണുമ്പോൾ അവരാ വിദ്യ പൂർണ്ണമായി അഭ്യസിക്കാൻ തയ്യാറാവും. അഭ്യസിച്ചവർ മാത്രമേ ആ രംഗത്ത് വരുള്ളൂ. ഭക്തന്മാർ പോലും അവരോട് ചോദിക്കുന്ന ഒരവസ്ഥ സംജാതമാകും എന്ന് അത് അങ്ങനെ വരുന്നൊരു കാലം വരും. പരമ്പരാഗതമായിട്ട് നിലനിന്ന് പോരുന്ന ഒരു കുടുംബ അവകാശം എന്നുള്ള നിലയിലാണ്. ആ തായ്വഴികളിൽ വരുന്ന എല്ലാവരും പഠിച്ചവരല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. പരമ്പരാഗതമായ രീതിയിലായിരുന്നു നമ്മളുടെ നാട്ടിലെ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിലനിന്ന് പോന്നിരുന്നത്. കർമ്മങ്ങളായാലും തൊഴിലുകളായാലും ഒക്കെ നിലനിന്ന് പോന്നിരുന്നത് പരമ്പരാഗതമായ രീതിയിലായിരുന്നു. ഇന്നതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം ഹിന്ദു ക്ഷേത്രങ്ങളിൽ ബ്രാഹ്മണർ മാത്രമല്ല, അബ്രാഹ്മരായിട്ടുള്ള ജന്മനാ അബ്രാഹ്മരായിട്ടുള്ള ആൾക്കാർക്കും സന്ധ്യാവന്ദനവും ഗായത്രിയും ഒക്കെ ജപിക്കുന്ന പൂജ പഠിച്ച തന്ത്രവിദ്യ പഠിച്ച എല്ലാവർക്കും പൂജിക്കുവാനുള്ള അവസരമുണ്ട്. ശബരിമലയിൽ നിൽക്കുന്നത് ഇപ്പോഴും പഴയ പരമ്പരാഗത രീതിയാണ്. അർഹമായ നല്ലതുപോലെ ഇത് പഠിച്ചിട്ടുള്ള തന്ത്രവിദ്യകളും മറ്റ് അനുഷ്ഠാനങ്ങളുമുള്ള എല്ലാ ആൾക്കാർക്കും പൂജിക്കാനുള്ള അവകാശം പാലിയം വിളംബരത്തോടുകൂടി പി മാധവന്റെ നേതൃത്വത്തിൽ തന്ത്രവിദ്യാപീഠ സ്ഥാപകനായ പി മാധവന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള പാലിയം വിളംബരം എന്ന് പറയുന്നൊരു വിളംബരമുണ്ട്. ആ വിളംബരത്തോടുകൂടി എല്ലാവർക്കും ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യാനുള്ള അവകാശം തന്ത്രിമാരൊക്കെ കൂടെ കൂടിയിരുന്ന ഒരു വലിയ സദസ്സ് ആണത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും പൂജ ചെയ്യാനുള്ള അവസരവും തന്ത്രവിദ്യ ചെയ്യാനുള്ള അവസരവും ഉണ്ട്. കുടുംബപരമായ ആ വരവിൽ കുടുംബത്തിൽ ഇപ്പോൾ രാജകുടുംബത്തിൽ തന്നെ നല്ല രാജാക്കന്മാരുണ്ടാവും, ചീത്തയായിട്ടുള്ള രാജാക്കന്മാര് ഉണ്ടാവും. ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് രാജവംശത്തിന്റെ ചരിത്രം എടുക്കുമ്പോൾ. ഇതേപോലെ തന്ത്രവിദ്യ എന്നുള്ള അവരുടെ ഒരു കുലപരമായിട്ട് പോരുന്ന അവസരത്തിൽ ആ കുലത്തിൽ പിറന്ന എല്ലാവരും ചിലപ്പോൾ അതിന്റെ അർത്ഥത്തിൽ പഠിക്കുകയും അത് അനുഷ്ഠിക്കുകയും ഇല്ലാത്തവരുണ്ടാകാം. രാഹുലീശ്വരനെ കൂട്ടുള്ളവരുടെ കാര്യത്തിൽ അങ്ങനെയുണ്ട്. അദ്ദേഹത്തെ ആ പറഞ്ഞ താന്ത്രികമായ വിദ്യ അറിയാമോ എന്നുള്ള നിരീക്ഷണത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ തന്ത്രി കുടുംബം അവരുടെ അവകാശം പാരമ്പര്യമായ അവകാശം എന്നുള്ള നിലയ്ക്ക് നിലനിൽക്കുന്നു. പക്ഷെ മേൽശാന്തിയുടെ കാര്യത്തിൽ നേരെ മറിച്ചാണ്. മേൽശാന്തിയുടെ കാര്യത്തിൽ അവർക്ക് അറിയാവോ എന്നുള്ളതിനെ കുറിച്ച് പരിശോധനയുണ്ട്. അറിയാവുന്ന 100 ആൾക്കാരുടെ നിന്ന് മാത്രമേ അപേക്ഷ സ്വീകരിക്കുന്നുള്ളൂ. അതിനുശേഷം അതിൽ നിന്ന് സെലക്ട് ചെയ്യും. ആ സെലക്ഷന് ശേഷം അതിൽ നിന്ന് നറുക്കിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അവർ ആ വിദ്യ പഠിച്ച് യോഗ്യനാണെന്നുള്ളത് മാത്രമാണ് മേൽശാന്തിയാവുന്നതുമൊക്കെ. താന്ത്രിക കുടുംബത്തിലെ കാര്യത്തിൽ മാത്രം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതുണ്ട്. പക്ഷെ അതിന്റെ അവകാശികളായിട്ടുള്ളവർക്ക് മാത്രമേ അതിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അവരുടെ അവകാശം എന്നുള്ള നിലയിലാണ് അത് പോരുന്നത്. അത് ആ വിദ്യ അവരുടെ കയ്യിൽ അവരുടെ കാരണവരാണ് അവിടെ പ്രതിഷ്ഠ ചെയ്തിട്ടുള്ളത്. പൂർവ്വകാലത്ത് അവരാണ് അതിന്റെ ആചരിച്ച് പോന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഭക്തന്മാർ ഇന്നും അവർക്ക് ആ സ്ഥാനം കൊടുത്ത് പോരുന്നത്. താന്ത്രിക കാര്യങ്ങൾ അറിയാവുന്നവനാണ് തന്ത്രി. തന്ത്രിക്കറിയാവുന്ന മറ്റു തന്ത്രങ്ങൾ ചെയ്തു കൂട്ടാനുള്ള മറയായി ശ്രീകോവിലിനെ കാണരുത്. അച്ഛൻ ആന കയറിയാൽ മകന് തഴമ്പുണ്ടാവില്ല എന്ന പഴമൊഴി ഇവിടെ തന്ത്രിക്കും കുടുംബത്തിനും ബാധകമാണ്. ശബരിമലയിൽ വർഷങ്ങളായി മേൽശാന്തി നിയമനം കഴിവും പ്രാപ്തിയും നോക്കിയാണ് നടത്തിപ്പോരുന്നത്. അതുകൊണ്ടുതന്നെ സാമാന്യം ഭംഗിയായി അക്കാര്യങ്ങൾ നടന്നുപോരുന്നു. എന്നാൽ തന്ത്രിയുടെ കാര്യത്തിൽ അതല്ല സ്ഥിതി. പാരമ്പര്യമായി താഴ്മൺ മഠത്തിന് കീഴിലാണ് ഇവിടുത്തെ പൂജാകാര്യങ്ങൾ നടന്നുപോരുന്നത്. അതുകൊണ്ടുതന്നെ അവരുടെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യാനും ആരും മെനക്കെട്ടിട്ടില്ല. എന്നാൽ തന്ത്രി മോഹനരുടെ ജ്ഞാനത്തിൽ കോടതി പോലും സംശയം പ്രകടിപ്പിച്ചപ്പോഴാണ് ജനം രോഷം കൊണ്ടത്. ജനരോഷത്തെ സർക്കാർ കാര്യമായി എടുത്തില്ല. വേലിയിലിരിക്കുന്ന പാമ്പിനെ വേണ്ടാത്തിടത്ത് വെച്ച് പൊല്ലാപ്പ് പിടിക്കാൻ ആർക്കാണ് താൽപര്യം? തന്ത്രിയുടെയോ മഠത്തിന്റെയോ പിന്തുടർച്ചയിൽ പരാതിയില്ല. പക്ഷേ ഒരു ചെറിയ അപേക്ഷ മാത്രം.
വ്രതമെടുത്ത് മുദ്രയേന്തി അയ്യപ്പന്മാർ മല ചവിട്ടുന്നത് തങ്ങളുടെ മനസ്സിലുള്ള ദൈവസങ്കല്പം ദർശിക്കാനാണ്, സങ്കടങ്ങൾ ഏറ്റുപറയാനാണ്. അതുകൊണ്ടുതന്നെ സർക്കാരിനും കോടതിക്കും നിയമത്തിനും എന്തിന് ദൈവത്തിന് പോലും അതീതനാണ് തന്ത്രിയെന്ന് കരുതണ്ട. എന്നെയും നിങ്ങളെയും പോലെ ഒരു സാധാരണ പൗരൻ മാത്രമാണ് താനെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് തന്റെ ജോലിയും ഉത്തരവാദിത്വവുമാണ് ശബരീശ സേവയെന്ന് മനസ്സിലാക്കി താന്ത്രിക വിദ്യകൾ മനനം ചെയ്തു മാത്രം തന്ത്രിയും മല ചവിട്ടുക. ഒപ്പം നാവിന് 100 മുഴം നീളവും ലൈവ് ലെറ്ററിന്റെ ഗ്ലാമറുമായി ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിച്ച് ജീവിക്കുന്ന രാഹുൽ ഈശ്വറിനെ പോലുള്ള വായാടികളെ നിലയ്ക്ക് നിർത്തുക. മകരവിളക്ക് ദിവസം പൊന്നമ്പലമേട്ടിലേക്ക് മലയരയന്മാർ നടത്തിയ ദീപപ്രയാണത്തിന് ആഭിമുഖ്യം പ്രഖ്യാപിച്ച് തന്ത്രിയുടെ ഇളമുറക്കാരനെന്ന് സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന രാഹുൽ ഈശ്വറിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഇപ്പോഴത്തെയും മുമ്പത്തെയും ദേവസ്വം സംവിധാനത്തിൽ ഇരിക്കുന്നവരോട് ഞാൻ ഈ മകരജ്യോതി മകരവിളക്കിന്റെ വ്യത്യാസം പറഞ്ഞു. മകരജ്യോതി നക്ഷത്രമാണ്, കത്തിക്കാൻ കഴിയില്ല, വിളക്ക് സ്ഥിരം കത്തിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പലരും ചോദിച്ചു, അത് ഈ വിളക്ക് കത്തിച്ചില്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെ ആൾക്കാർ വരൂ, ഇത് കാണാൻ വേണ്ടിയാണ് അവർ വരുന്നതെന്നൊരു ധാരണയിലാണ് പലരും ചോദിക്കുന്നത്. നമ്മുടെ എല്ലാ ആദരണീയരായ മാധ്യമങ്ങളും പലപ്പോഴും പറയുന്നത് 100 വർഷം മുമ്പ് ശബരിമലയിൽ 5000 പേരായിരുന്നു, ഇന്ന് 5 കോടിയാണ്. ഈ വളർച്ച കാണിക്കാൻ വേണ്ടി പറയുന്നതാണ്. 1812 കണക്കുകൾ ബ്രിട്ടീഷുകാർ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ വായിക്കണം. നമ്മുടെ ചരിത്രത്തിലേക്ക് അഭിമാനത്തോടെ നോക്കാൻ കഴിയുന്നതാണ്. അവസാന പാരഗ്രാഫിലെ സെക്കൻഡ് ലാസ്റ്റ് ലൈനിന് മേളിൽ നോക്കിയാൽ 1812 10 മുതൽ 15,000-ഓളം പേര് ജനുവരി 12 ശബരിമലയിൽ എത്തിയെന്നാണ് ബ്രിട്ടീഷുകാർ എഴുതിയിരിക്കുന്നത്. അതിന്റെ പ്രസക്തിയും കൂടെ ആലോചിക്കണം. 1812 ഏതാനും ദശലക്ഷങ്ങൾ മാത്രമാണ് നമ്മുടെ ഭാരതത്തിന്റെ ജനസംഖ്യ. അതിൽ 15,000-ഓളം പേര് ശബരിമലയിൽ ആ ദിവസം വന്നിരുന്നു. തീർന്നില്ല. ആ പ്രയോഗം കൂടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം. ഈ താഴേന്ന് 4ാമത്തെ ഡിവോട്ടീസ് ഫ്രം ദി മോസ്റ്റ് റിമോട്ട് പാർട്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഏറ്റവും അന്തർഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ എന്ന് പറഞ്ഞാൽ അന്നത്തെ പ്രയോഗം ട്രാവൻകൂർ എന്നല്ല, കേരളമെന്നല്ല, മദ്രാസ് പ്രസിഡൻസി എന്നല്ല, സൗത്ത് ഇന്ത്യ എന്നല്ല, ഇന്ത്യയുടെ ഏറ്റവും അന്തർഭാഗങ്ങളിൽ നിന്ന് പോലും ഇവിടെ ഇത്തരത്തിലും ആൾക്കാർ വന്നിരുന്നു. ഈ അമ്പലത്തെ കുറിച്ചാണ് നമ്മൾ പല ആൾക്കാരും ചോദിക്കുന്നത്. അവിടെ വിളക്ക് എത്തിച്ചിട്ട് ഈ ആൾക്കാർ വരുമ്പോൾ നമ്മൾ ഈ ആന്ധ്രാക്കാരെയും തമിഴന്മാരെയൊക്കെ പറ്റിക്കാനായിട്ട് അവിടെ പോലീസുകാരെ കൊണ്ട് വിളക്ക് എത്തിക്കുകയാണ് എന്ന് മലയാളിയുടെ ഒരു ധാർഷ്ട്യത്തിൽ നമ്മൾ പറയുന്നത്. അയ്യപ്പന് ശബരിമലയുടെ ചരിത്ര പ്രാധാന്യം വ്യക്തമാക്കാനാണ് ഈ ഡോക്യുമെന്റിന്റെ ഒരു പ്രാധാന്യം കൂടിയുണ്ടാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. ഇതാണ് സുപ്രീം കോടതിയിൽ ഞങ്ങൾ വെച്ച ഏക കൗണ്ടറായിട്ടുള്ള തെളിവ്. അടുത്ത പേജിൽ കൃത്യമായി ബ്രിട്ടീഷുകാർ എഴുതിയിട്ടുണ്ട്. ഇവിടത്തുകാർക്കൊരു പ്രത്യേകതയുണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടെ വരും, പക്ഷെ ചെറിയ പെൺകുട്ടികളും പ്രായമായ സ്ത്രീകളും മാത്രമേ എല്ലാം മാർക്ക് ചെയ്തിട്ടുള്ളൂ. കാരണം ഇവർ വിശ്വസിക്കുന്നത്, അവരുടെ പരിമിതമായ ധാരണയിൽ ബ്രിട്ടീഷുകാർ പറയുകയാണ്, ഇവരുടെ ദൈവം, ഇവരുടെ ദേവൻ ബ്രഹ്മചാരിയാണെന്നാണ് ഇവിടത്തുകാരുടെ വിശ്വാസം. മലയരയന്മാരെന്നുള്ള പേരെ ഉപേക്ഷിച്ച് വളരെ വേഗമായിട്ട് ആദിവാസികൾ എന്നൊക്കെ പറഞ്ഞു വരും. അതായത് മലയരയന്മാർക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി പറയുന്ന ന്യായങ്ങളാണ്. പണ്ട് ആദിവാസികളൊക്കെ ഇവിടെ താമസിച്ചിരുന്നു, അല്ലെങ്കിൽ മലം ഭണ്ഡാരങ്ങളെന്ന് പറയും, ആദിവാസികൾ എന്ന് പറയും, പക്ഷെ മലയരയന്മാരെന്ന് പറയുന്നില്ല. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ 3-4 മാസങ്ങളിലധികമായിട്ട് ദേവസ്വത്തിലെ ബന്ധപ്പെട്ടവരോടും മറ്റു പലരോടും ഈ ക്യാമ്പയിന്റെ ഭാഗമായി ഞാൻ സംസാരിക്കുന്നു, ചെയ്യുന്നു. ഇത് മാത്രമല്ല, വിശ്വാസത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പലരും പല വട്ടം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആചാരകാര്യങ്ങളിലെ അവസാന വാക്കായ തന്ത്രിയും പന്തളം രാജാവ്, അയ്യപ്പന്റെ വളർത്തച്ഛൻ സ്ഥാനമുള്ള പന്തളം രാജാവ്, ഹിന്ദു ഐക്യവേദി പോലുള്ള വിശ്വാസ സംഘടനകൾ, ബാക്കിയുള്ള വിശ്വാസ പ്രസ്ഥാനങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ഈ മകരജ്യോതിക്ക് മകരവിളക്ക് തെളിയിക്കുന്നത് മലയരയന്മാർക്കാണ് കൊടുക്കേണ്ടത്. കുടുംബസ്വത്ത് ഭാഗം വയ്ക്കുമ്പോൾ കിട്ടിയ മുതലിന് കുറവ് തോന്നിയാൽ നാലാൾ കേൾക്കെ പരാതി പറയും പോലെ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നതും ഉത്തരവാദിത്തപ്പെട്ട ഭരണ നിയമ സംവിധാനങ്ങൾ നിലനിൽക്കെ ശബരിമലയിലുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും തന്റെ മുത്തശ്ശന്റെ കണ്ണീരാണെന്നും അത് ഹിന്ദുവികാരം വ്രണപ്പെടുത്തലാണെന്നും വർഗീയ വികാരം ഇളക്കിവിടാൻ ആഹ്വാനം ചെയ്യുന്ന ഈ ചെറുമകൻ പഠിച്ചത് ഏത് തന്ത്രമാണാവോ? വർഷങ്ങളായി മുൻകൂട്ടി നിശ്ചയിച്ചവർ മാത്രം ശ്രീകോവിലിൽ കയറി പൂജാകാര്യങ്ങൾ ചെയ്യുന്ന ശബരിമലയിൽ രാഹുൽ കയറിയത് ഏത് കീഴ്വഴക്കം അനുസരിച്ചാണെന്ന് വ്യക്തമാക്കാൻ വിയർത്ത മുത്തച്ഛനും ഒടുവിൽ കൊച്ചുമകന്റെ നാവുദോഷം ചീത്തപ്പേരുണ്ടാക്കി. രാഹുലിനെ തൽക്കാലം കൈയൊഴിഞ്ഞ് തന്ത്രി ഒടുവിൽ തലയൂരി. ഇനി മകരവിളക്ക് സംബന്ധിച്ച അനാവശ്യ വിവാദങ്ങളുടെ സാധ്യത പരിശോധിക്കാം. പുരാണങ്ങളിലും ഐതിഹ്യങ്ങളിലും പ്രതിപാദിച്ചിരിക്കുന്നത് അനുസരിച്ച് മകരജ്യോതി പ്രത്യക്ഷപ്പെടുന്ന പൊന്നമ്പലമേടാണ് ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ
യഥാർത്ഥ വാസസ്ഥലം. മണ്ഡലകാലത്തെ 41 നാളുകളിലും മകരവിളക്ക് കാലത്തും മാത്രമാണ് ശാസ്താവിന്റെ സാന്നിധ്യം ശബരിമലയിലെന്നും അല്ലാത്ത സമയം പൊന്നമ്പലമേടാണ് അയ്യപ്പന്റെ വാസസ്ഥാനമെന്നും വിശ്വസിച്ചു പോരുന്നു. മകരസംക്രമ ദിവസം സൂര്യൻ ദക്ഷിണായനത്തിൽ നിന്നും ഉത്തരായനത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രത്യേക മുഹൂർത്തം കേരളത്തിന് പുറമെ തമിഴ്നാട്ടിൽ പൊങ്കൽ എന്ന പേരിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അതാത് പ്രദേശത്തെ പ്രധാന ഉത്സവമായും കരുതിപ്പോരുന്നു. ശബരിമലയിലാകട്ടെ മകരസംക്രമ സന്ധ്യാവേളയിൽ ആകാശത്തുദിക്കുന്ന നക്ഷത്രം ദർശിച്ച് പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരജ്യോതി ദർശിച്ച് ദീപാരാധന തൊഴുതാണ് ഏവരും മലയിറങ്ങുന്നത്. വാസ്തവത്തില് അവിടെ ഒരു ദീപം അവിടെ നിന്നുകൊണ്ട് ആരെങ്കിലും ഭഗവാന് ആരതി നടത്തുന്ന അവസരത്തില് ആ പൊന്നമ്പലമേട്ടിലെ ദീപം കണ്ട് ഭക്തന്മാർക്ക് സായുജ്യമുണ്ടാകുന്നുണ്ട് എങ്കിൽ, ഭക്തന്മാർക്കത് കാണുമ്പോൾ ഭക്തിയുടെ ഉത്തംഗ ശൃംഗത്തിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെ ഒരു ദീപം അവിടെ ദർശിക്കട്ടെ, ഭക്തന്മാരെല്ലാവരും കാണട്ടെ. പരുന്തിനെ കാണുമ്പോൾ ആനന്ദ നിർവൃതി ഉണ്ടാകുന്നു, നക്ഷത്രത്തെ കാണുമ്പോൾ പേട്ട കിട്ടുന്ന സമയത്ത് നക്ഷത്രത്തെ കാണുമ്പോൾ ആനന്ദ നിർവൃതി ഉണ്ടാകുന്നു. മകരജ്യോതിയും മകരനക്ഷത്രം ഉദിക്കുന്ന സമയത്ത് ഭക്തന്മാർക്ക് ആനന്ദ നിർവൃതി ഉണ്ടാകുന്നു. അതേപോലെ തന്നെ മകരവിളക്ക് കാണുന്ന സമയത്ത് കത്തിക്കുന്നതാണ്. എല്ലാ ദീപങ്ങളും എല്ലാവരും കത്തിക്കുന്നതാണ്. അല്ലാതെയും കാട്ടുതീ കൊണ്ടുള്ള ദീപങ്ങളൊക്കെ ഉണ്ടാവും. കത്തിക്കുന്ന ശബരിമല ശ്രീകോവിലിനുള്ളിലെ ദീപം പോലും കത്തിക്കുന്നതാണ്. അതുകൊണ്ട് അവിടെ ദീപം കത്തിച്ചുകൊണ്ടുള്ള ആരാധന നടത്തുന്നത് കണ്ടുകൊണ്ടാണ് ഭക്തൻ ഇരിക്കുന്നത് എങ്കിലും ഭക്തൻ അതുകൊണ്ട് ആനന്ദം നിർവൃതി ഉണ്ടാവുന്നു എങ്കിൽ ആ ദീപം അങ്ങനെ തെളിയട്ടെ, കാലാകാലങ്ങളായിട്ട് തെളിയട്ടെ, ഭക്തന്മാരെല്ലാം അതിനെ കണ്ട് ആനന്ദം അനുഭവിക്കട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മകരവിളക്കും മകരനക്ഷത്രവും ഒക്കെ ചരിത്രാതീത കാലം മുതലേ നിലനിന്നിരുന്ന കാര്യങ്ങൾ തന്നെ. വിളക്ക് കത്തിക്കുന്നതാണോ സ്വയം കത്തുന്നതാണോ എന്നുള്ള കാര്യങ്ങളിൽ വിവാദമുണ്ടാക്കുന്നത് എന്തിനെന്ന് മാത്രം പിടികിട്ടുന്നില്ല. പണ്ടുകാലത്ത് മഹർഷിമാരോ വനവാസികളോ ദീപം തെളിയിച്ചിരുന്നു എന്ന് കരുതും പോലെ ഇന്നുള്ളവർ കർപ്പൂരാഴി തെളിയിക്കുന്നു എന്ന് പറഞ്ഞാൽ അതുമാത്രം എങ്ങനെ ഇത്ര വലിയ അപരാധമാകുന്നു? മകരജ്യോതി എങ്ങനെ അന്ധവിശ്വാസമാകുന്നു? ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം ഒന്നേയുള്ളൂ. ദൈവം എന്നത് കല്ലോ മരമോ ഒന്നുമല്ല. ഏതൊരു വ്യക്തിയും തന്റെ മനസ്സിലുള്ള ഈശ്വര സങ്കല്പം സാക്ഷാത്കരിക്കാൻ നടത്തുന്ന ഏതൊരു ഉപാസനയും ഈശ്വരാരാധനയാണ്. അതിലൂടെ അവന്റെ മനസ്സിന് ശാന്തിയും അവന്റെ കുടുംബത്തിന് നന്മയും ഉണ്ടാകുന്നു എന്ന് അപരൻ വിശ്വസിക്കുന്നു എങ്കിൽ ആ വിശ്വാസത്തെ തകർക്കാൻ നമ്മൾ എന്തിനാണ് മെനക്കെടുന്നത്? വിവാദങ്ങൾ ആവർത്തിക്കുന്ന ശബരിമലയുടെ കാര്യത്തിലും അതുതന്നെയല്ലേ ശരി? ഈ ആഴ്ചയിലെ വാരാവലോകനം സമാപിക്കുന്നു. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: വാരാവലോകനം, കെയർ ഓഫ് ക്യാബിനറ്റ് ചാനൽ, അഞ്ചാനി ടവർ, പൊൻകുന്നം.